أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹെറോൺസ് ഫോർമുല നിങ്ങൾ വിശദമായി പഠിച്ചു. ഇനി അതിലെ ചില എക്സാമ്പിൾ കൂടി മാത്രമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിലെ എക്സാമ്പിൾ 5 അതാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. അതിൽ പറയണത് ഒരു ത്രികോണ രൂപത്തിലുള്ള ഒരു വഴി, ആ വഴി എന്താക്കാണ്, വിദ്യാർത്ഥികൾ ഇങ്ങനെ നടക്കുകയാണ്. ആ വഴി അവരെന്താക്കാണ്, കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയുമാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു വഴിയുമുണ്ട്. ആ രണ്ട് വഴികളിൽ ഏറ്റവും കൂടുതൽ സ്ഥലം വൃത്തിയാക്കിയത് ഏത് ടീമാണ് എന്നാണ് ഇന്ന് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോ ആദ്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ ചിത്രം കാണുന്നുണ്ടാവും. ഫിഗർ 12.12, 12ാമത്തെ പാഠത്തിൽ 12ാമത്തെ ചിത്രം. ആ ചിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് ആ ചിത്രം. ഇത് എ ബി സി, പിന്നെ ഇത് ഡി. ഇത് 28 മീറ്ററും ഇത് 40 മീറ്റർ, ഇത് 9 മീറ്റർ, അങ്ങനെ തലത്തെ വശം 15 മീറ്റർ. അപ്പൊ ഒരു ഗ്രൂപ്പ് നടന്നു പോയത് എന്ന് ബിക്ക്, ബിന്ന് സിക്ക്, സിന്ന് എക്ക്. അതാണ് ഒരു ഗ്രൂപ്പ് നടന്നു പോയത്. ആ ഭാഗമാണ് അവർ ക്ലീൻ ചെയ്തത്, ഈ ഇതിലുള്ള ഏരിയ. മറ്റേ ടീം കടന്നുപോയത് എയിൽ നിന്നും സി, സിയിൽ നിന്നും ഡി, പിന്നെ എ. അപ്പൊ ഈ ഏരിയയാണ് അവർ ക്ലീൻ ചെയ്തത്. അടുത്ത ടീം ഈ ഏരിയയാണ് ക്ലീൻ ചെയ്തത്. എങ്കിൽ ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ഏരിയ ക്ലീൻ ചെയ്തത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനി നമുക്ക് ചോദ്യം തന്ന ഒരു അളവ് ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് മട്ട ത്രികോണമാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ആദ്യത്തെ ത്രികോണം എടുക്കാം. ത്രികോണം എ ബി സി. ഈ ത്രികോണത്തെ ഇതിന്റെ വിസ്തീർണം ആദ്യം നമ്മള് കണ്ടെത്താൻ പോവാണ്. പക്ഷെ ഇതിൽ നമുക്ക് എന്താ അറിയില്ല, എ സിയുടെ അളവ് അറിയില്ല. എ സിയുടെ അളവ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് പഠിച്ചിക്കണേ, എന്താ പഠിച്ചത്? പൈതഗോറസ് തിയറം. ഇതാണ് കർണം. ഈ കർണത്തിന്റെ സ്ക്വയർ ഈ രണ്ടിന്റെയും സ്ക്വയറിനോട് എന്തേക്കും തുല്യമായിരിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, ഇത് എത്ര എ സി നമുക്കറിയില്ല. എ സി സമം എന്തായിരിക്കും, ഈ രണ്ടിന്റെയും റൂട്ട് സ്ക്വയർ കണ്ടെത്തുക, കൂട്ടിയിട്ട് എന്താക്കുക, അതിന്റെ റൂട്ട് എടുക്കുക.
ഇതാണ് ഒരു ലെഗ്, ഇതൊരു ലെഗ്, എന്ന ലംബം ഭാഗം. അപ്പൊ റൂട്ട് ഓഫ് ഏത് ബി സി സ്ക്വയർ, ബി സി എത്ര 40 സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ, എ ബി എത്ര 9 സ്ക്വയർ. അപ്പൊ 40 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ എത്ര കിട്ടുക? 40 സ്ക്വയർ എത്ര 4 4 16, പിന്നെ 2 0 അല്ലേ 1600. പിന്നെ 9 സ്ക്വയർ എത്ര 81, 9 അതിന്റെ റൂട്ട് കണ്ടെത്തുക. 1600 81 കൂട്ടി എത്ര 1681. അതിന്റെ റൂട്ട് എത്ര വരിക 1681 റൂട്ട് എത്ര സ്ക്വയർ റൂട്ട് എത്ര സ്ക്വയർ റൂട്ട് സമം 41 എന്നാ വരിക. 41 കുറിക്കണം 41 എന്ത് 1681. നമ്മളെന്താക്കി കർണം കണ്ടെത്തി, ഈ വർഷത്തിലെ ആളുകൾ എന്താക്കി കണ്ടെത്തി. ഇനി ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തണം. ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടെത്തണം. നമ്മളിപ്പോ കർണം കണ്ടെത്തിയത് ഈ ത്രികോണം, ഇതിന്റെ വിസ്തീർണം കാണുമ്പോൾ ഇതിൽ ആവശ്യം ഉണ്ടാവും. മട്ടത്രികോണം ആയതുകൊണ്ട് നമുക്ക് ഈ ഹൈറ്റും ബേസും പിന്നെ ഹാഫ് റൗണ്ട് കുറിച്ച് എന്താ നമ്മുടെ വിസ്തീർണം കണ്ടെത്തും. നമ്മൾ വിസ്തീർണം കണ്ടെത്താൻ പോവാണ്. എങ്ങനെ വിസ്തീർണം കണ്ടെത്തുക? ഹാഫ് ഇൻറ്റു ബേസ് എത്ര 40 ഇൻറ്റു ഹൈറ്റ് എത്ര 9 അല്ലേ. 40 9 കുറിച്ച് എത്ര 360 അല്ലേ. ഹാഫ് അപ്പോ സമം ഹാഫ് ഇൻറ്റു 360. 360 ഹാഫ് ആണ് 360 അധികം 2 എത്ര 360 ഒന്നോട് കൂട്ടിട്ട് 2 കൊണ്ട് ഇരിക്കേണ്ട പോയി എത്ര 180. അപ്പൊ 180 മീറ്റർ സ്ക്വയർ ആണല്ലേ ഈ ഏരിയയുടെ വിസ്തീർണം. മനസ്സിലായില്ലേ? ഇനി എ സി ഡി എടുക്കുക. എ സി ഡി നമുക്ക് എ സി ഡി കണ്ടെത്താം. അപ്പൊ ഇതിന്റെ വിസ്തീർണം കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ബി എച്ച്. അത് ചെയ്താൽ കിട്ടും. ഇവിടെ നമ്മള് മട്ടത്രികോണായിട്ട് ഹൈറ്റ് നമുക്ക് കിട്ടിക്കണേ, അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെ? ഹാഫ് ഇൻറ്റു ഇതിന്റെ ബേസ് എത്ര മേലത്തിന്റെ ബേസ് എത്ര 28, പിന്നെ ഇതിന്റെ ഹൈറ്റ് എത്ര 9. ഹാഫ് ഇൻറ്റു 28 ഇൻറ്റു 9. നീ ഹാഫിന്റെ 28ന്റെ പകുതി എത്ര 28ന്റെ പകുതി 14. 14 ഇൻറ്റു 9 എത്ര കിട്ടുക? 14 ഇൻറ്റു 9 10 90. പിന്നെ 9 4 36. 90 36 90 പ്ലസ് 36 എത്ര 126. 126 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പക്ഷെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മള് ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് എന്താക്കാം ഇത് നമുക്ക് ചെയ്യാം. ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് ഇതിന്റെ എസ് കണ്ടെത്തണം അല്ലേ. നമ്മളെ ഹെറോൺസ് ഫോർമുലയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അവിടെ എസ് കണ്ടെത്തണം. എസ് കണ്ടെത്താൻ എന്താക്കിയാൽ മതി? 3 വർഷം കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി അല്ലെ. 3 വർഷം 1 28 പ്ലസ് 41 പ്ലസ് 15 ബൈ 2. 28ഉം 41ഉം 15 കൂട്ടിയാ എത്ര 41 15ഉം 56. 56ഉം 28ഉം 84. 84/2 സമം 42. അപ്പൊ എസ് എത്രയാണ്? 42 കിട്ടി. എന്താക്കാം? എസിന്റെ സ്ഥാനത്തൊക്കെ എന്താക്കാം 42 വെച്ച് കൊടുക്കാം അല്ലേ. ഇവിടെ 42. 42 മൈനസ് എ എത്രയാണ്? എ എത്രയാണ്? 41. അപ്പൊ അത് നമ്മൾ ഇത് കൊടുക്കാൻ പോവാണ്. 42 ഗുണിക്കണം 42 കുറക്കണം 41 ഇൻറ്റു 42 കുറക്കണം 28
ഇൻറ്റു 42 കുറക്കണം എത്ര 15. ഇനി 42 സമം എത്രയാ 42 ഗുണിക്കണം 42 41 എത്ര 1 ഗുണിക്കണം 42 28 പോയ എത്ര 14 ഗുണിക്കണം 42 15 പോയ എത്ര 27. ഇതിന്റെ റൂട്ട് ഈ 42 ഇൻറ്റു 1 എന്ന 42 തന്നെ പിന്നെ അതിനെ 16 കൊണ്ട് ഗുണിച്ച് പിന്നെ 27 ഗുണിച്ച് എത്ര കിട്ടും മൊത്തം ഗുണിച്ച് എത്ര കിട്ടുക 15876. 15876 നമുക്ക് കിട്ടുക. 15876 റൂട്ട് എത്രയായിരിക്കും വരിക സമയം എത്രയാ അതിന്റെ സ്ക്വയർ റൂട്ട് എത്ര വരിക 126. അതാണ് നമുക്ക് നേരത്തെ കിട്ടിയത് അല്ലേ അതാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോ ആരാണ് ഇവിടെ ഗൂഗിൾ ക്ലീൻ ചെയ്തത് നേരത്തെ 180 മീറ്റർ സ്ക്വയർ ആകുമ്പോൾ ഉത്തരം കിട്ടി. ഇവിടെ 126 മീറ്റർ സ്ക്വയർ. അപ്പൊ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കിയത് ആരാ ആദ്യത്തെ ഗ്രൂപ്പിലെ ABC എന്ന ത്രികോണം വൃത്തിയാക്കിയ ഗ്രൂപ്പാണ് കൂടുതൽ സ്ഥലം വൃത്തിയാക്കിയത്. എത്ര കൂടുതലുണ്ട് 180 26 കുറച്ചാൽ മതി എത്ര 180 കുറക്കണം 126 എത്ര 54 മീറ്റർ സ്ക്വയർ ആണ് അവർ കൂടുതൽ വൃത്തിയാക്കിയത്. രണ്ട് ടീമുകളും കൂടി മൊത്തം വൃത്തിയാക്കിയത് എത്ര അത് കിട്ടാൻ വേണ്ടി 180 126 കൂട്ടിയാൽ മതി. എത്രയാണ് 180 126 കൂട്ടിയാൽ 306 മീറ്റർ സ്ക്വയർ. അപ്പൊ രണ്ട് ടീമും കൂടി 306. ഒരു ടീം കൂടുതൽ എത്ര വൃത്തിയാക്കി 54 മീറ്റർ സ്ക്വയർ വൃത്തിയാക്കി. മനസ്സിലായില്ലേ? നമുക്ക് ആറാമത്തെ എക്സാമ്പിൾ നോക്കി വെക്കാം. എന്താ ആറാമത്തെ എക്സാമ്പിളില് ഒരു റോംബസ് ഉണ്ട്. റോംബസ് ആണ് ചതുർഭുജാണ്. എല്ലാ വശങ്ങളും തുല്യമായ ചതുർഭുജത്തിന് എന്താ പറയാ റോംബസ് എന്ന് പറയാം. ഇപ്പോ സമചതുരത്തെ റോംബസിന് വിടും. എന്നാൽ എല്ലാ റോംബസും എന്താണെന്നില്ല സമചതുരം ആണെന്നില്ല. മനസ്സിലായോ? സമചതുരത്തിന്റെ പ്രത്യേകത ഒരു കോൺ 90 ഡിഗ്രി ആണെന്നുണ്ട്. എല്ലാ വശം തുല്യമാവലോട് കൂടെ ഒരു കോൺ 90 ഡിഗ്രി ആണെന്നുണ്ട്. എന്നാൽ റോംബസിന് എന്തില്ല ആ നിയമമില്ല. അപ്പോ ഒരു റോംബസ് ഉണ്ട്. ഇതൊക്കെ എത്രയാണ് 100 മീറ്ററാണ്. എല്ലാ വശവും തുല്യാണ് 100 മീറ്റർ. ഇതിനെന്താക്കി രണ്ട് തുല്യ ഭാഗമാക്കി മാറ്റി. അങ്ങനെയൊക്കെ ഇതിന്റെ ഇത് കൂടി എന്തായി ഒരു ഡയഗണലിൽ പോയി. ഇവരൊക്കെ ഡയഗണൽ എന്നറിയാം. അപ്പൊ എന്താക്കി ഈ റോംബസിനെ തുല്യ രണ്ട് ത്രികോണങ്ങളായിട്ട് മുറിച്ചു. ഇതെത്രയാണ് 160 മീറ്ററാണ് അതിന്റെ അളവ്. എങ്കിൽ ഓരോ ഗ്രൂപ്പും ഇത് ഓരോ സ്ഥലങ്ങൾ എന്താക്കി കൃഷിക്കണ്ട എന്താക്കി ഓരോ ഗ്രൂപ്പിന് കൊടുത്തു. അപ്പൊ ഇത് മൊത്തം ചുറ്റളവ് 400 അല്ലേ പെരിമീറ്റർ 400 ചുറ്റളവ് എത്ര 400 എങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഇവർക്ക് എത്ര സ്ഥലം കിട്ടിയിട്ടുണ്ടാവും? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എത്ര സ്ഥലം കിട്ടിയിട്ടുണ്ടാവും? അപ്പോ ABC ആണ് എന്ത് ഇവിടുത്തെ ഫീൽഡ് അല്ലേ. ഇത് ABCD ഇതാണ് ഇവിടുത്തെ വയല്. ഇത് രണ്ട് തുല്യ ഭാഗമാക്കി മാറ്റിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡയഗണൽ ഉത്തരവാദം തന്നിക്കണേ. ഓരോ വശങ്ങളും 100 മീറ്ററാണ് തന്നിക്കണേ. ഞാൻ എന്താക്കാണ് ABD എന്ന ത്രികോണം അതിന്റെ എന്താക്കാണ് സെമി പെരിമീറ്റർ കണ്ടെത്താണ്. എന്നാൽ ആ ത്രികോണത്തിന്റെ അല്ലെ തുല്യ ഭാഗമാക്കിയാണ്. അപ്പൊ തന്റെ ഒരു മകനും ഒരു മകളെയാണ് കൃഷി ചെയ്യാൻ വേണ്ടി ഇതിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തർക്കും എത്ര സ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഇതിന്റെ ആദ്യം എസ് കണ്ടെത്തും അല്ലെ. ഇതിന്റെ വിസ്തീർണം കണ്ടെത്താൻ വേണ്ടിട്ട് എസ് കണ്ടെത്തും. എസ് കണ്ടെത്താം 3 വശം കൂട്ടുക ഉണ്ട് അല്ലെ. സെമി പെരിമീറ്റർ 100 200 200 360 360ന്റെ പകുതി അല്ലെ 180 എസ്. 180 എസ്. ഇനി നമ്മൾ എന്താക്കാം ഹെറോസ് ഫോർമുല എന്താക്കാം അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ റൂട്ട് 180 ഗുണിക്കണം 180 മൈനസ് 160 ഇൻറ്റു 180 മൈനസ് 100 ഇൻറ്റു 180 മൈനസ് 100.
ഇതാണ് ഫോർമുല. ഇത് ചുരുക്കി എഴുതാൻ 150 ഗുണിക്കണം 150 160 എത്ര 20 150 100 പോയ 80 പിന്നെ 150 100 പോയ 80. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ റൂട്ട് 80 കുറിച്ചാൽ എത്ര 6400 അല്ലെ? 6400 റൂട്ട് എത്ര 80 അല്ലെ? അപ്പോ 80 × 80 എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരിക അല്ലെ? ഈ റൂട്ടിന്റെ ചിഹ്നത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരിക. കാരണം 80 × 80 തന്നെ 6400. അപ്പോ 80 × 6400 സ്ക്വയർ റൂട്ട് എത്ര വരിക 80 വരും. അപ്പൊ 80 ഗുണിക്കണം ഇത് ഇവിടുന്ന് പോയി. പിന്നെ ബാക്കിയാണുള്ളത് 180 ഗുണിക്കണം 20 ആണുള്ളത്. 180 20 ഗുണിച്ചാൽ എത്ര കിട്ടുക അപ്പൊ 80 × 180 20 ഗുണിച്ചാല് 3600 കിട്ടും. 3600 റൂട്ട് എത്ര വരിക 3600 സ്ക്വയർ റൂട്ട് എത്ര വരിക 60 ഗുണിക്കണം 60 ആണല്ലേ 3600. അപ്പൊ എന്താക്കി ഇത് ഇവിടുന്ന് വെട്ടിപ്പോയി. പിന്നെ എന്താ ഇവിടെ 60 എത്തി. അപ്പൊ 60 × 80 ഉത്തരം കിട്ടി. റൂട്ടൊക്കെ വെട്ടിപ്പോയി. കാരണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് ഇതിന്റെ ചിഹ്നം എന്തായി നമുക്ക് ഒഴിവാക്കാം. 60 × 80 എത്ര 8 6 48 20 4800. അപ്പൊ 4800 മീറ്റർ സ്ക്വയർ ആണ് എന്തിനു കിട്ടിയത് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും കിട്ടുക. മകൾക്കും ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കിട്ടുക എത്രയാണ് 4800 മീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. ഇനി ഇതിനെ ഈ ചിത്രത്തിൽ തന്ന കണക്ക് മറ്റു രൂപത്തിൽ തന്ന രൂപമാണ് പുസ്തകത്തിൽ കൊടുക്കുന്ന ആൾട്ടർനേറ്റീവ് മെത്തേഡ് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് മറ്റു രൂപത്തിലും ഉത്തരം കണ്ടെത്താൻ പറ്റും. അതിന് ഉത്തരം കണ്ടെത്തുക ഇപ്പോ ഇവിടെ ഉണ്ടല്ലേ ഇതിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ അങ്ങോട്ട് വരക്കുക. ഈ ചതുരത്തിന്റെ ഈ ഡയഗണൽ കണ്ടില്ലേ ഇതിന്റെ നടുക്ക് എന്താക്കുക ഈ മൂലയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. കൂട്ടിമുട്ടുമ്പോ ഇതിന്റെ സെന്റർ കൂട്ടണം. ഇവിടെ 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടണം. ഇവിടെ 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടണം. അപ്പൊ എന്തായി ഈ എന്ന കോണുണ്ടായി. കോണല്ല ഈ സ്ഥലത്തിന് ഈ എന്ന കോണുണ്ടായി. അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണ് അല്ലേ? ഇതൊരു മട്ട ത്രികോണമാകുന്നു. അതില് കർണ്ണ ഏതാ DC. അത്രയും 100 നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇതിന്റെ അളവ് അറിയില്ല. ഇതിന്റെ അളവ് എത്രയാന്ന് നമുക്കറിയില്ല. നമുക്ക് അളവ് എന്താക്കണം കണ്ടെത്തണം. ഇതിന്റെ ഹൈറ്റ് ആണത്. അപ്പോ ഇതിന് മട്ടത്തിനായിട്ട് കണ്ടെത്തുക. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് കർണം DC സ്ക്വയർ എന്തായിരിക്കും DE സ്ക്വയറിനോടും അതിന് CE സ്ക്വയറിനോടും എന്തായിരിക്കും തുല്യമായിരിക്കും. ഇത് രണ്ട് കർണത്തിന്റെ സ്ക്വയർ മറ്റു ലംബങ്ങളുടെ സ്ക്വയറോട് തുല്യമായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല CE സ്ക്വയർ എത്രയാ തന്നിട്ടില്ല. നമ്മളിപ്പോ വരച്ച ലൈനല്ലേ അത് എത്രയാന്ന് നമുക്ക് തന്നിട്ടില്ല. അത് കണ്ടെത്താൻ എന്ത് കാട്ടിയാൽ മതി ഇതിന്റെ സ്ക്വയർ കണ്ടിട്ട് ഇതിന്റെ സ്ക്വയറും കാണാം. ഇതിന്റെ സ്ക്വയറിൽ നിന്നും ഈ സ്ക്വയർ കണ്ടെത്തി എന്താവും ഇത് കിട്ടും അല്ലേ? കാരണം ഇത് രണ്ടും കൂട്ടിയതാണ് ഇത്. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ കൂട്ടിയതാണ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയറിൽ നിന്നും ഇതിന്റെ സ്ക്വയർ കുറച്ചാൽ ഈ സ്ക്വയർ കിട്ടണം. മനസ്സിലായോ? 10 4 കൂട്ടിയാൽ എത്ര കിട്ടും 14 കിട്ടും. മനസ്സിലായോ? അപ്പോ ഒരു സംഖ്യയോട് 10 കൂട്ടിയപ്പോൾ 14 കിട്ടി. അപ്പൊ 4 കിട്ടിയിട്ട് എന്ത് കാട്ടണം 14 നിന്ന് 10 കുറച്ചാൽ മതി. 4 കിട്ടുള്ളൂ. അതേമാതിരിക്കും. അപ്പൊ നമുക്ക് CE സ്ക്വയർ കണ്ടെത്തണം. CE സ്ക്വയർ സമം റൂട്ട് അല്ലെ 100 സ്ക്വയർ മൈനസ് ഇത് എത്ര 160 നമ്മുടെ പകുതിയായി എത്ര 80 സ്ക്വയർ അല്ലെ 100 സ്ക്വയർ എത്ര 10000 മൈനസ് 80 സ്ക്വയർ എത്ര 6400. അതിന്റെ റൂട്ട് എത്ര വരിക 10000 നിന്ന് 6400 കുറച്ചാൽ എത്ര കിട്ടും 3600 അല്ലെ? അപ്പൊ CE സമയം എത്ര മനസ്സിലായി റൂട്ട് 3600 മനസ്സിലായി. 3600 റൂട്ട് എത്ര സമം 60 കിട്ടും. 60 കിട്ടും. അങ്ങനെ 60 ഗുണിക്കണം 60 ആണ് എന്ത് 3600. 60 ഗുണിക്കണം 60 ആണ് എന്ത് 3600. ഇനി നമുക്ക് എന്താക്കാം നമ്മളെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ത്രികോണമിതിയെ കണ്ടെത്താൻ എന്ത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് എത്ര നമുക്ക് കിട്ടി എത്ര ഹാഫ് ഇൻറ്റു 60.
ബേസ് 60 അല്ല, ബേസ് 160. ഹൈറ്റ് എത്ര? 60. ഹാഫ് ഇൻറ്റു 160 ഇൻറ്റു 60. ഹാഫ് 160 എത്ര? 160 പകുതി 80. കുടിക്കണം 60 എത്ര? 80 60 4800. 400 മീറ്റർ സ്ക്വയർ. അപ്പൊ 2 രൂപത്തിലും കണ്ടെത്തിയാൽ നമുക്ക് എന്താവും? ഉത്തരം കിട്ടും. 2 രൂപത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാണ്ടിരുന്നു. അപ്പൊ ആ എക്സാമ്പിൾ 1 അല്ലേ, അതിലൊരു ചോദ്യം തന്നിക്കണേ. ഒരു ത്രികോണം, അതിന്റെ എന്ത് കണ്ടെത്താന്? ഏരിയ കണ്ടെത്താന്. അതിന്റെ ഏരിയ കണ്ടെത്താന്. ത്രികോണത്തിന്റെ ചിത്രം എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ട്. ഇതിന്റെ ഈ വശം 11 സെന്റിമീറ്റർ ആണ്, ഈ വശം 11 സെന്റിമീറ്റർ ആണ്, ഇത് 8 സെന്റിമീറ്റർ ആണ്. അപ്പോ ABC ഇതെത്ര തന്നിട്ടില്ല, പക്ഷെ മൊത്തം ചുറ്റളവ് എത്ര തന്നിക്കണേ? പെരിമീറ്റർ എത്ര തന്നിക്കണേ? 32 തന്നിട്ടുണ്ട്. 32 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ വശം കണ്ടെത്താൻ നമുക്ക് സുഖല്ലേ? ഇത് 11 ഇത് 8 11 കൂടി എത്ര? 19. 19 32 എത്ര നോക്കിയാൽ മതി. 32 19 കുറച്ച് എത്രയായിരിക്കും? 13. അപ്പൊ ഇത് 13 ഇനി ഇതിന്റെ എന്ത് കണ്ടെത്തണം? വിസ്തീർണം കണ്ടെത്തണം. ഇനി ഇതിന്റെ വിസ്തീർണം കണ്ടെത്തണം. അപ്പൊ എന്താക്കിയാൽ മതി? നമ്മളെ ഹെറോൺ ഫോർമുല ഉപയോഗിക്കുക. അപ്പൊ ഹെറോൺ ഫോർമുല ഉപയോഗിക്കുമ്പോൾ പെരിമീറ്ററിന്റെ പകുതി കണ്ടെത്തണം. ഇത് എസ് കണ്ടെത്താൻ എത്ര? 16. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അല്ലെ? റൂട്ട് ഇൻറ്റു എസ് എത്ര? 16. 16 ഇൻറ്റു 16 മൈനസ് 11 എത്ര? 5. 16 മൈനസ് 8 ഇൻറ്റു 16 മൈനസ് 13 എത്ര? 3. അപ്പൊ നമ്മള് പഠിച്ചില്ലേ? ഇനി സിമ്പിളായി എന്താക്കാം? നമുക്ക് പെട്ടെന്നോട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോ ആ ഫോർമുല നേരെ കുറച്ച് എഴുതിയതാണത്. ഫോർമുല നേരെ ചുരുക്കി എഴുതിയതാണ്. ഇനി നമുക്കറിയാം 16 റൂട്ട് എത്ര? 4 അല്ലേ? 4 ഇൻറ്റു 4 16. അപ്പൊ 4 പുറത്ത് കയറും. ഇത് 16 ഒന്ന് പുറത്തു പോയി. 4 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു 8 ഇൻറ്റു 3. നമുക്ക് 8നെ തിരിച്ച് ചെയ്താം. എങ്ങനെ? 4 ഇൻറ്റു 5 ഇൻറ്റു 8 പറഞ്ഞാൽ എത്ര? 2 ഇൻറ്റു 4 അല്ലേ? 2 ഇൻറ്റു 4 ഇൻറ്റു 3 അല്ലേ? ഇനി എന്താക്കാ? 4ന്റെ റൂട്ട് എത്ര? 2. അത് പുറത്തേക്ക് വരും. അപ്പൊ എത്ര? 4 ഇൻറ്റു 2 എന്നാവും. പുറത്ത് 4 ഇൻറ്റു 2 എന്നാവും. ഇവിടുന്ന് വെട്ടിപ്പോവും. 2 അല്ല 4 വെട്ടിപ്പോവും. പിന്നെയുള്ള എത്ര? 5ഉം 2ഉം 3ഉം. 5 ഇൻറ്റു 2 എത്ര? 10. 10 ഇൻറ്റു 3 എത്ര? 30. 30ന് പെർഫെക്റ്റ് ആയ സ്ക്വയർ ഇല്ല. അപ്പൊ എത്ര? 4 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 30. 4 2 എത്ര? 8. 8 ഇൻറ്റു റൂട്ട് 30 എന്ന് ഉത്തരം കിട്ടും. 8 ഇൻറ്റു റൂട്ട് 30 നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ 8 ഇൻറ്റു 30 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് ഇവിടുത്തെ ഈ ത്രികോണത്തിന്റെ വിസ്തീർണം. ഇനി എക്സാമ്പിൾ 2. എന്താ എക്സാമ്പിൾ 2? ഒരു ട്രയാങ്കുലർ പാർക്ക് ഉണ്ട്, ABC എന്ന ട്രയാങ്കുലർ ആയ ത്രികോണത്തിലുള്ള ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്കിന്റെ വശങ്ങൾ 120 മീറ്റർ, 80 മീറ്റർ, 50 മീറ്റർ. ചിത്രം കാണില്ലേ 12.7. ഇനി ഇതിനെന്താക്കണം? വേലി കെട്ടണം അല്ലേ? വേലി കെട്ടണം. അപ്പോ ഇതിന് വേലി കെട്ടാൻ വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാക്കണം? 1 മീറ്ററിന് എത്രയാണ്? 20 റുപ്യാണ്. എങ്കില് മൊത്തം വേലി കെട്ടാൻ എത്ര റുപ്യ വേണ്ടി? അതുപോലെ തന്നെ ഗ്രാസ് നടണം. ഇനി ഗ്രാസ് നടണം സ്ഥലത്ത് മൊത്തം. അപ്പൊ ഇതിന് എത്ര സ്ഥലത്ത് ഇവിടെ ഗ്രാസ് നടേണ്ടി വരും? എത്ര സ്ഥലത്ത് ഇവിടെ ഗ്രാസ് നടണം? അപ്പൊ എന്താകണം? വിസ്തീർണം കണ്ടെത്തണം. പിന്നെന്തും കണ്ടെത്തണം? ചുറ്റളവും കണ്ടെത്തണം. അപ്പൊ പാർക്കിന്റെ ചിത്രമാണ്. നമുക്ക് ഒരു ത്രികോണ രൂപത്തിൽ വരച്ചേക്കാം. ഇത് 3D അല്ല, 3D സങ്കല്പിക്കുക. അപ്പോ ഇത് 120 മീറ്റർ, പിന്നെ 50 മീറ്റർ, ഇവിടെ 80 മീറ്റർ. പക്ഷെ ഈ ചുറ്റളവിൽ എന്താക്കണം? ഒരു ചെറിയ 3 മീറ്റർ എന്താക്കണം? ഇവിടെ എന്താക്കണം? ഗേറ്റിനായിട്ട് എന്താക്കണം? ഒഴിവാക്കിയിടുകയും വേണം. ഗേറ്റിനായിട്ട് 3 മീറ്റർ ഒഴിവാക്കിയിടുകയും വേണം. അപ്പൊ നമ്മളെന്താക്കണം? ഗ്രാസ് ആണുള്ള ഇതിന്റെ മൊത്തം ഏരിയ ആദ്യം എന്താക്കാം? ഒന്ന് കണ്ടെത്തിയാക്കാം. ഇവിടുത്തെ ഏരിയ ഒന്ന്
നമുക്ക് കണ്ടെത്തേക്കാം. അപ്പൊ എന്താണ് നമ്മള് എസ് കണ്ടെത്തുക. എസ് എങ്ങനെ കണ്ടെത്താം? 120ഉം 80ഉം 50ഉം കൂട്ടിയൊക്കെ എത്ര? 120ഉം 80 200 250 പോലെ 125. അവിടുത്തെ എസ് എത്ര? 125. എന്താക്കുക? ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കുക. എങ്ങനെ? റൂട്ട് 125 ഗുണിക്കണം എത്ര? 125 120 എത്ര? 5 ഗുണിക്കണം 125 50 എത്ര? 75. പിന്നെ 125 80 എത്ര? 125 80 എത്ര? 45. അപ്പൊ 125 ഇൻറ്റു 5 ഇൻറ്റു 75 ഇൻറ്റു 45. ഇവിടെ എന്താക്കാം? 125 ഇൻറ്റു 5 എത്ര? 625. 625ന്റെ റൂട്ട് എത്ര? 25. അത് നമുക്ക് പുറത്തുനിന്ന് ചെയ്താം. അപ്പൊ 25 ഗുണിക്കണം ഇതുകൊണ്ട് പോയി 75 ഇൻറ്റു 45. 75 ഇൻറ്റു 45. പിന്നെ 45 എന്ന എത്ര? 45 9 5 45. 9 5 45. അതുതന്നെ 75 പറഞ്ഞാൽ 3 25. 75 എന്ന് പറഞ്ഞാല് 3 25. നമ്മള് അങ്ങനെ എഴുതി വെക്കാം. സമം 25 ഇൻറ്റു 75 3 25 ഇൻറ്റു 45 9 5. 25 റൂട്ട് എത്ര? 5 അല്ലേ? 25 റൂട്ട് എത്രയാണ്? 5. അപ്പൊ 25 ഇൻറ്റു 5 എന്നായിരിക്കും. ഇത് 5 വെട്ടിപ്പോയി. 5 അല്ല 25 വെട്ടിപ്പോയി. ഇനി 9 റൂട്ട് എത്ര? 3. അപ്പൊ 9 വെട്ടിപ്പോയി. 3 ഇവിടെ ആയി. ഇൻറ്റു 3 ഇൻറ്റു 5 മാത്രം ഉള്ളിൽ ബാക്കിയായി. ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് മാത്രം ഉള്ളില് ബാക്കിയായി. 3 ഇൻറ്റു 5 എത്ര? 15. അപ്പൊ ഉള്ളില് റൂട്ട് 15 ആയി. അതിന് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. 25 ഇൻറ്റു 5 എത്ര? 125. 3 125 എത്ര? 375. അപ്പൊ 375 ഇൻറ്റു റൂട്ട് 15 മീറ്റർ സ്ക്വയർ എന്നാണ് എന്ത് ഉത്തരം. അത്ര ഏരിയയാണ് അവിടെ ഉള്ളത്. അത്ര ഏരിയയാണ് അവിടെ ഉള്ളത്. പെരിമീറ്റർ ഉണ്ട് അല്ലെ? പെരിമീറ്റർ കണ്ടെത്തിയിട്ട് എത്ര ചുറ്റളവിൽ എത്ര വേണം? വേലി കെട്ടാൻ എത്ര പൈസ ചെലവാക്കണം? ആ പെരിമീറ്റർ കണ്ടിട്ട് ഉണ്ടാക്കേണ്ടി വരും. നമ്മളെ വില കണ്ടെത്തേണ്ടി വരും. പെരിമീറ്റർ എത്ര നമുക്ക് മനസ്സിലായി? എത്ര? 250 കൂട്ടിയില്ലേ? 120 80 200 250. പിന്നെ 3 വെച്ചിട്ട് കുറക്കണം. അപ്പൊ 250 3 എത്ര? 240. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു മീറ്ററിന് വേറിട്ട് എത്ര രൂപയാണ്? 20 രൂപയാണ്. അപ്പൊ 247 20 എത്രയായിരിക്കും? 4940 അല്ലേ? 5060 കുറവ്. കാരണം ഇവിടെ 3 മീറ്റർ പോയണ്ടാ. ശരിക്കും 250 20 5000 ആണ്. ഇവിടെ 3 മീറ്റർ എന്താക്കണം? ഗേറ്റിന് വേണ്ടി ഒഴിവാക്കണം. അവിടെ വേദി കെട്ടണ്ട. അപ്പൊ 4940 രൂപയാണ് എന്ത് അവിടെ ഫെൻസ് ചെയ്യാൻ വേണ്ടിയുള്ള തുക. ഇനി അവസാനത്തെ എക്സാമ്പിൾ ഏതാണ്? നമുക്ക് ഈ പാഠത്തിൽ എടുക്കാനുള്ള അവസാനത്തെ എക്സാമ്പിളാണ് എക്സാമ്പിൾ 3. ഒരു റേഷ്യ അനുപാതം അതുമായി ബന്ധപ്പെട്ടൊരു കണക്കാണ്. ഇതില് റേഷ്യോ കൂടി വരുന്നുണ്ട്. റേഷ്യോ കൂടി പഠിച്ച കണക്കേക്കും. അനുപാതം പഠിച്ചിട്ടില്ലേ? അംശബന്ധം എന്നൊക്കെ. അപ്പോൾ ഒരു ട്രയാങ്കിൾ സ്ഥലമുണ്ട്. ഒരു ത്രികോണ രൂപത്തിലുള്ള സ്ഥലമുണ്ട്. അവിടെ വശങ്ങളുടെ റേഷ്യമാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 3:5:7 എന്ന അനുപാതത്തിലാണ് വശങ്ങളുടെ അളവ്. പക്ഷെ മൊത്തം പെരിമീറ്റർ 300 മീറ്ററാണ് തന്നിട്ടുണ്ട് പെരിമീറ്റർ. പക്ഷെ ഓരോ വശത്തിനും ആൾ കൃത്യമായിട്ട് തന്നിട്ടില്ല. പക്ഷെ അതിന്റെ അനുപാതം തന്നിക്കണേ. എങ്കിൽ എന്താണ് ഇവിടുത്തെ ഏരിയ കണ്ടെത്തണം. അപ്പൊ എന്താക്കണം? ആദ്യം വശങ്ങളുടെ അളവ് കണ്ടെത്തണം. എന്നാലേ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? ഏരിയ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ത്രികോണത്തിന്റെ ചിത്രം പുസ്തകത്തിലുണ്ടാവും. ഒരു ഏകദേശം ഈ രൂപത്തിലാണ് ചിത്രമുള്ളത്. ഇത് 3 ആണ്. 3 അളവല്ല 3x. ഇത് 3x ആണെങ്കിൽ ഇത് 5x. ഇത് 5x ആണെങ്കിൽ എത്ര? ax. എന്നാ ഇത് റേഷ്യോ കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ്? ഇത് മൊത്തം കൂട്ടി വെക്കാം. 5 3 8 8 15 അല്ലേ? 15 മൊത്തം ഉള്ളത്. അപ്പോ 300നെ കൃത്യമായിട്ട് 15 ഭാഗമാക്കിയാൽ അതിൽ 3 ഭാഗം എന്ത്? ഇതിന്റെ അളവ്. 5 ഭാഗം ഇതിന്റെ അളവ്.
7 ഭാഗത്തിന്റെ അളവ്. അപ്പൊ മൊത്തം 300 ഫുള്ളാവും. മനസ്സിലായോ? അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് പറ്റിയാൽ മതി? ആദ്യം ഈ 300നെ കൃത്യമായി 15 ഭാഗമാക്കാൻ നോക്കും. അപ്പൊ മൊത്തം എത്ര എക്സ് ഉണ്ട്? 15x. ആ 15x എത്രയാണ്? 300 ആണ്. എക്സ് കൊടുത്തത് ഇവിടുത്തെ ആ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊടുത്താണ്. 15x 300 ആണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും? 300 ആയിരിക്കണം. 15 എത്ര? 300 15 കൊണ്ട് അടിച്ചാൽ എത്ര? 20. ഇങ്ങനെ എക്സ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. നേരിട്ട് എന്താക്കിയാൽ 300നെ 15 കൊണ്ട് അടിച്ചാൽ മതി. നേരിട്ട് 300നെ 15 കൊണ്ട് അടിച്ചാൽ മതി. അപ്പൊ 20 കിട്ടും. അപ്പൊ ഇവിടെ എത്ര? 3 20 എത്ര? 3x 60. 3x 60. 5x എത്ര? 5 20 100. x ആണ് 7 എത്ര? 140. മനസ്സിലായില്ലേ? ഈ സുഖമായിട്ട് എന്താക്കാൻ പറ്റും? നമുക്ക് ഇവിടുത്തെ ഏരിയ കണ്ടെത്താൻ പറ്റും. ഹെറോൺസ് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിന് എസ് കണ്ടെത്തണം. എത്ര? 60 100 140. 60 100 160. 160 40 എത്ര? 300. 300 10 150. അപ്പൊ എസ് എത്ര? 150 ആണ്. അപ്പൊ റൂട്ട് 150 ഗുണിക്കണം 150 100 ആയ എത്ര? 50. പിന്നെ 150 നിന്നും 140 എത്ര? 10 ഗുണിക്കണം 150 നിന്നും 60 എത്ര? 90. അല്ലേ? ഇനി എന്തൊക്കെയാ മതി? ഇതൊക്കെ പരസ്പരം നോക്കിട്ട് റൂട്ട് കണ്ടെത്തിയാൽ മതി. അപ്പൊ 150 ഇൻറ്റു 50 ഇൻറ്റു 10 ഇൻറ്റു 90 അത്ര മീറ്റർ സ്ക്വയർ കിട്ടുന്ന ഉത്തരം. 150 എന്താക്കാം? പിരിച്ച് ചെയ്ത് അങ്ങനെ റൂട്ട് 3 ഇൻറ്റു 50 അല്ലേ? 3 50 150 ഇൻറ്റു 50 ഇൻറ്റു 10 ഇൻറ്റു 90. 50 എത്ര ഗുണിച്ചത്ര? 2500. 2500 റൂട്ട് എത്ര? 50. അതൊന്ന് വെട്ടിപ്പോയി. അപ്പൊ അത് പുറത്തേക്ക് വരും. 50 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു 10 ഇൻറ്റു 90 നായി. 10 ഇൻറ്റു 90 നായി. ഇനി എന്താക്കുക? 90 എന്താക്കാം? നമുക്ക് എന്താക്കാം? തിരിച്ചു ചെയ്താൻ പറ്റും. 90നെ നമുക്ക് തിരിച്ചു ചെയ്തങ്ങനെ 3 30 എന്താക്കാം? തിരിച്ചു ചെയ്താം. 90നെ 3 30 നമുക്ക് എന്താക്കാം? തിരിച്ചു ചെയ്താം. അപ്പൊ സമം എത്ര? 3 റൂട്ട് 3 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 30. 3 ഇൻറ്റു 30 അല്ലേ? ഇനി ഇവിടെ 2 3 3 ഇൻറ്റു 3 അല്ലേ? 9. 9 റൂട്ട് എത്ര? 3. അപ്പുറത്ത് എത്രയായി? 3 ഇൻറ്റു 50 നിർത്തി അല്ലേ? പുറത്തേക്ക് 3 ഇൻറ്റു 50 വന്നു. പുറത്തോട്ട് 3 ഇൻറ്റു 50 എന്ന് വന്നു. റൂട്ട് ഇവിടെ ബാക്കിയാണുള്ളത് 10 ഇൻറ്റു 30 മാത്രമാണ് ബാക്കിയുള്ളത്. 10 ഇൻറ്റു 30 മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇനി എന്താക്കാം? അത് നമ്മൾ തിരിച്ചു ചെയ്താണ്. 10 ഇൻറ്റു 30 30 3 10 തിരിച്ചു ചെയ്താൽ നമ്മൾ എന്താവും? 3 ഇൻറ്റു 50 അതാണ് പുറത്തിട്ടത് ഇൻറ്റു റൂട്ട് 10 ഇൻറ്റു 3 ഇൻറ്റു 10 ആയി. 30നെ 3 ഇൻറ്റു 10 ഇല്ല. അപ്പൊ 10 ഇൻറ്റു 10 ഉണ്ട്. 10 ഇൻറ്റു 10 എത്ര? 100. 100ന്റെ റൂട്ട് എത്ര? 100 റൂട്ട് എത്ര? 10. അത് പുറത്തേക്ക് വന്നു. ഇതൊന്ന് വെട്ടി. ബാക്കി ഉള്ളിൽ മാത്രം റൂട്ട് 3 മാത്രം ബാക്കിയായി. ഇനി ഇത് വിളിച്ചു വെക്കുക. 10 3 30. 30 ഇൻറ്റു 50 1500. അപ്പൊ 1500 ഇൻറ്റു റൂട്ട് 3 മീറ്റർ സ്ക്വയർ. 1500 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു മീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ വിസ്തീർണം. മനസ്സിലായില്ലേ? അപ്പോ ശരിക്ക് ശ്രദ്ധിച്ച് ഓരോ കണക്കും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.